നിങ്ങൾ ശരിക്കും പഠിക്കണം, എല്ലാവരും പഠിക്കണം, നല്ല പോലെ ചിന്തിക്കണം. അപ്പൊ ഇനി ദൈവവിശ്വാസി എന്ന് പറയുന്ന വ്യക്തി യുക്തിവാദി ആകുമോ? ആകും. ദൈവവിശ്വാസത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ ഒരു വ്യക്തിക്കും യുക്തിവാദി ആകാം. അവർ കുറച്ച് നേരത്തെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും 20-ാം നൂറ്റാണ്ടിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഇപ്പോൾ അത് കയറി വന്ന് യഥാർത്ഥ ദൈവവിശ്വാസികൾ തന്നെയും യുക്തിവാദികളാകുന്ന പരിധിയിലേക്കാണ് മതത്തിലെ യുക്തിവാദം വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന് പറയാ ഇത്തരം കഴിവുകൾ ഇല്ല എന്ന് വാദിക്കുക. അപ്പോൾ അവിടെ മുതൽ ദൈവവിശ്വാസത്തിലെ യുക്തിവാദം ആരംഭിക്കും. എന്ത് CM, എന്ത് കുഴപ്പാപ്പ, എന്ത് വടകര മുഹമ്മദാജി, സമസ്തയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും സമസ്തയുടെ ഫൗണ്ടർ എന്ന് പറയാവുന്ന ആളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. അദ്ദേഹം താനൂർ ദർസ് നടത്തുന്ന സമയത്ത് ഇശാ നിസ്കാര സമയത്ത് ബോധം പോയ ഒരു പാമ്പ് കടി ഏറ്റ ഒരു ആളെ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം ഒന്ന് വിഷം ചീണ്ടിയ ആൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പുറത്ത് പോയില്ല. അദ്ദേഹം പറഞ്ഞു പിന്നെ നോക്കാം, ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുന്നതാണ്. വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളത്തിലേക്ക് എന്നോട് ഇത് ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞതാണ്. സമസ്തയുടെ സെക്രട്ടറി ആയ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാണ് ഈ സംഭവം എന്നോട് പറഞ്ഞത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം ആ നിന്ന നിപ്പ് തന്നെ എന്ത് ചെയ്തു, ഈ വെള്ളത്തിലേക്ക് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم എന്ന സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി മന്ത്രിച്ചു. അത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഇശാന്റെ സുന്നത്ത് ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന് മഹാനവറുകൾ നിന്നു. ഇവർ പോയിട്ട് ഈ വെള്ളം ആ പാമ്പ് കടിയേറ്റ് ബോധം പോയി കിടക്കുന്ന ആൾക്ക് കുടിക്കാൻ കൊടുത്തു. നിസ്കാരം കഴിഞ്ഞ് മഹാനവറുകൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇയാൾ കണ്ണ് തുറന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞത് ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാരാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇത്തരം കാര്യങ്ങൾ ഇന്ന് നമ്മൾ തന്നെ ആളുകൾ നിരാകരിക്കുക. അതൊന്നും ഇന്നത്തെ കാലത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. അതൊക്കെ വെറുതെ അന്ധവിശ്വാസമാണെന്ന് പറയാം. അതൊക്കെ തള്ളുകളാണെന്ന് പറയാം. തള്ളലുകൾ. അത് സമസ്ത പ്രസിഡന്റ് പറയുകയാണെങ്കിലും സമസ്ത പ്രസിഡന്റിന്റെ തള്ളൽ എന്ന് പറയും. ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഹെഡിങ്ങിൽ കണ്ടിട്ടുണ്ട്, സമസ്ത പ്രസിഡന്റിന്റെ തള്ളൽ. ഇത്തരം വ്യക്തികളെ നമ്മൾ ദൈവവിശ്വാസിയായ യുക്തിവാദി. എന്താണ് പ്രശ്നം? അയാൾക്ക് യൂണിവേഴ്സിന്റെ പരിധിയുടെ ഉള്ളിൽ നിന്ന് തെളിവ് കിട്ടണമെങ്കിൽ ഇയാൾക്ക് ഖുർആന്റെ പച്ച അറബിയിൽ തന്നെ തെളിവ് കിട്ടണം. അപ്പൊ എന്താ ആയത്ത് വേണം? യാ അയ്യുഹല്ലദീന ആമനൂ CM ഉണ്ടാകും. യാ അയ്യുഹല്ലദീന ആമനൂ തിരുപ്പഞ്ച് മുഹമ്മദ് മുസ്ലിയാർ വരും. യാ അയ്യുഹല്ലദീന ആമനൂ വിഷമാറ്റിയുടെ ആളുകൾക്ക് സ്വലാത്തി ഫാത്തി ചൊല്ലി കൊടുത്താലും വിഷമറങ്ങും. അങ്ങനെ തന്നെയാണ് കിട്ടണം. എവിടുന്നെങ്കിലും കണ്ടുപിടിച്ചാ പോരാ, അങ്ങനെ തന്നെ കിട്ടണം. അങ്ങനെ കിട്ടണം. ഇത്തരം ആളുകൾക്കാണ് മതത്തിലെ യുക്തിവാദികൾ എന്ന് പറയുക. ഈ യുക്തിവാദികൾ ഇപ്പൊ സകല സ്ഥലത്തും കയറിക്കൂടി, എല്ലായിടത്തും കയറിയിട്ടുണ്ട്. കുറച്ച് നാളെ പറയണം വല്ലതും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വല്ലാതെ ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. അവരെല്ലായിടത്തും കയറി കൂടിയിട്ടുണ്ട്. കേൾക്കാൻ ഒരു സുഖമില്ല, എനിക്ക് പറയണ സുഖമല്ല, പക്ഷെ പറയല്ല നിർവാഹമില്ല, പറയണല്ലോ എന്നതുകൊണ്ട് പറയാണ്. അപ്പൊ ഒരു യുക്തിവാദിസം എന്ന് പറഞ്ഞാൽ ഇന്ന് മതത്തിന്റെ ഉള്ളിലും കയറി. ഇത്തരം ആളുകൾ 5 വക്ത് നിസ്കരിക്കും, പള്ളിയിലുണ്ടാവും, പള്ളി കമ്മിറ്റിയിലുണ്ടാവും.
ചിലപ്പോൾ മക്ബറ പൊളിക്കും. ഒരു പള്ളി കമ്മിറ്റി മക്ബറ പൊളിച്ചു. എന്തെന്ന് ചോദ്യമല്ല, വാർത്തയായ വിഷയപ്പെടും. എൻ്റെ നിരാക്ഷേപമായി പതിറ്റാണ്ടുകൾ അനവധിയായി ജനത നാട്ടിൽ പല ആളുകളും വന്ന് സിയാറത്ത് ചെയ്യുന്ന ഒരു മഹാൻ. മുൻഗാമികളായ ആളുകൾ അവിടെ ഉണ്ടാക്കി, സാധാരണ കവിഞ്ഞർ കെട്ടി ഉണ്ടാക്കി സിയാറത്തിന് അവിടെ സൗകര്യമുണ്ട്. ഒരു വലിയ മഹാനാണെന്ന് ആയിരക്കണക്കായ ആളുകൾ ഇന്നും അംഗീകരിക്കുന്നുണ്ട്. അതിന് ആ വ്യക്തിക്ക് ഒരു പ്രത്യേകത ഇവർ കണ്ടില്ല. അപ്പൊ പിന്നെ അവരെന്ത് ചെയ്യും? പൊളിച്ചു. പൊളിക്കാൻ 10 രൂപ എടുത്തതോ ഒരു സുന്നി. എന്തുകൊണ്ട്? യുക്തിവാദി. ഒന്നുമില്ല, സുന്നിയാണിപ്പോ യുക്തിവാദി ആയിപ്പോയി. ഞാൻ പിന്നീട് പറയാം, അങ്ങനെ ഭാഗത്തേക്ക് വരാം. ഇതിലാ പള്ളിയിലുണ്ടാവും, പള്ളി കമ്മിറ്റിയിലുണ്ടാവും, നോമ്പെടുക്കും, താജ് നിസ്കരിക്കും, കരയും, പണ്ഡിതുണ്ടാവും, മുഷാവറുണ്ടാവും, പലതും ഉണ്ടാവും. പലതും ഉണ്ടാവും. വലിയ നേതാക്കന്മാരാവും. അവരെ വാക്ക് കേട്ടാൽ നമ്മൾ തെക്കിവീറിയല്ലോ. പക്ഷേ യുക്തിവാദിയായിരിക്കും. അതായത് അവർ പറയുന്നതിനെല്ലാം എന്ത് വേണം? ഖുർആനിൽ തന്നെ യുക്തിപരമായി ഒന്നിരിക്കൽ ശാസ്ത്രത്തിന്റെ തെളിവ് വേണം, അല്ലെങ്കിൽ ഖുർആനിൽ വ്യക്തമായി കാണണം എന്നവർ കണിശത പിടിക്കും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളത് അംഗീകരിക്കൂല. യുക്തിയുടെ കാര്യത്തിലല്ലാതെ കാര്യങ്ങളെ വ്യവച്ഛേദിക്കാൻ പറ്റൂല എന്ന് അവർ വാദിക്കും. യുക്തിവാദി പോലെ തന്നെ മതവാദിയായി നടിച്ചുകൊണ്ട് ഇയാൾ കേവലം ശാസ്ത്രീയ തെളിവുകൾ കൊണ്ട് തന്നെ നമ്മൾ മതപരമായ കാര്യങ്ങളെല്ലാം തെളിയിക്കണമെന്ന് ശ്രദ്ധിക്കും. ശാസ്ത്രം അംഗീകരിക്കാത്ത മതകാര്യങ്ങൾ അംഗീകരിക്കാൻ പാടില്ല എന്ന് അവർ ശ്രദ്ധിക്കും. പിന്നെയോ വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞ ഖുർആൻ തന്നെ പറയണം. പണ്ഡിതന്മാർ പറഞ്ഞ തെളിവ് മതിയാവൂലാന്ന് ശ്രദ്ധിക്കും. ചില നന്മകൾ, ആ നന്മകൾക്ക് വ്യക്തമായ ആയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ പണ്ഡിതന്മാരുടെ വാക്കുകളിൽ ഉണ്ടാവും. ഏത് പണ്ഡിതന്മാര്? വലിയ വലിയ പണ്ഡിതന്മാര്. ഇപ്പൊ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു പറയാൻ എന്ത് നോക്കിയിരിക്കണ്? ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി, ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി, അൽ-ഇമാം ഇബ്നു ഹജർ ഹൈതമി, ഇമാം സുബ്കി, ഇമാം നവവി, ഇങ്ങനെ ലോകം കണ്ട് വലിയ വലിയ ആളുകൾ, വലിയ മഹാന്മാര്. അവര് പണ്ഡിതന്മാരാണ്. അവര് എഴുതി വെച്ച രേഖ ഉണ്ടാവും, പക്ഷെ അംഗീകരിക്കില്ല. ഇവർക്ക് എന്തെന്നെ കിട്ടണം? പറ. അങ്ങനെ തന്നെ എന്തിൽ കിട്ടണം? പറ. ഖുർആനിൽ കിട്ടണം എന്നവർ ശഠിക്കും. ഒരു മഹാപണ്ഡിതന്റെ വാക്ക് ഒരു നന്മക്ക് ചെയ്യുന്ന നന്മയാണ്. ഇപ്പൊ ചെയ്യുന്ന നന്മ. നിങ്ങൾ വാപ്പ മരിച്ചു, വാപ്പ മരിച്ചതിന് പേര് നിങ്ങൾ കള്ളു കുടിച്ചോ? നിങ്ങളെ ബാപ്പ മരിച്ചതിന്റെ പേര് നിങ്ങൾ കള്ളു കുടിച്ചോ? എന്താ നോക്കി? ഇല്ല. നിങ്ങൾ നല്ല മനുഷ്യന്മാരിലാണ് ഈ വന്നിരിക്കുന്നത്. വാപ്പ മരിച്ചില്ലെങ്കിൽ ഏതോ കാരാക്കൂസ് കള്ളുടിച്ചോന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. നിങ്ങൾ വാപ്പ മരിച്ചതിന്റെ പേര് കള്ളുടിച്ചോ? ഇല്ല. നിങ്ങൾ എന്തായാലും ഖുർആനോടി, മയ്യത്തിന്റെ അടുത്തുനിന്നോടി, പിന്നെ ഓടി, ഹദിയാക്കി. ഇത് നല്ല കാര്യമാണെന്ന് അനവധി ഇമാമികൾ എഴുതിയിട്ടുണ്ട്. അതും അംഗീകരിക്കൂല. എന്തുകൊണ്ട്? ഖുർആൻ തന്നെ വേണം. ഇതിനാണ് എന്ത് പറയാ? മതത്തിന്റെ ഉള്ളിലുള്ള യുക്തിവാദി. പണ്ഡിതന്മാർ പറഞ്ഞത് അംഗീകരിക്കണം എന്ന് ഖുർആനിലുണ്ട്, പക്ഷെ അവർ അംഗീകരിക്കൂല. ഖുർആൻ ഇവിടെ രണ്ട് കാര്യം. നിങ്ങൾക്ക് അറിയാത്തത് പണ്ഡിതന്മാർ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് കാര്യം ഖുർആൻ അംഗീകരിച്ചു. ഒന്ന്, നിങ്ങൾക്ക് അറിവില്ലാത്തത് ഏത് കാലത്തും ഉണ്ടാകാം എന്നും ഖുർആൻ അംഗീകരിച്ചു. നിങ്ങളെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ സർവാംഗീകൃതമാരായ പണ്ഡിതന്മാർ കാര്യങ്ങൾ വ്യക്തമായി എഴുതി വെക്കാം എന്നും ഖുർആൻ അംഗീകരിച്ചു. അല്ലേ? ഒന്ന് പറ. ഇഷ്ടം അംഗീകരിച്ചില്ലേ? അംഗീകരിച്ചു. പക്ഷെ ഇവർ അംഗീകരിക്കൂല. ഇവർ ഖുർആനെ തന്നെ അംഗീകരിക്കൂല.